ഇത് നമ്മുടെ ചീരച്ചേമ്പെന്ന് പറയുന്ന ഒരു പച്ചക്കറിയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഇലക്കറിയാണ്. ചീര പോലെ നമുക്ക് തോരൻ വയ്ക്കാൻ പറ്റുന്ന. ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് നട്ടതാണ്. നട്ടിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ടുള്ളൂ. 2, 3 ആഴ്ച മാക്സിമം. അതിനകത്ത് തന്നെ നമുക്ക് ഇത് വിളവെടുക്കാറായി. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഈ ചേമ്പിൻ്റെ ഒരു വർഗ്ഗം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ചൊറിച്ചിലില്ല. ഇത് സാധാരണ ചേമ്പെല്ലാം നമുക്ക് ചൊറിച്ചിലുണ്ടാക്കും. ഇത് വന്നിട്ട് ചൊറിച്ചിലില്ല. ഇതിന് കിഴങ്ങും ഉണ്ടാവില്ല. ഇത് ജസ്റ്റ് ചീര ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാവരുടെ വീട്ടിലും ധാരാളം നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്നതാണ്. ഭയങ്കര പ്രതിരോധ ശേഷിയുള്ളതാണ്. ഇതിന് പെട്ടെന്ന് കണ്ടോ, ഒരു ഇല പോലും ഒരു കീടവും ആക്രമിച്ചിട്ടില്ല. നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ നമ്മളെ കീടങ്ങൾ ആക്രമിക്കാൻ പാടില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കീടങ്ങൾ ഉപദ്രവിക്കാത്ത രീതിയിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റി ഉള്ള ആഹാരം തന്നെ കഴിക്കണം. അതാണ് ഏറ്റവും ഷോർട്ട് കട്ട് നമുക്ക് ഹെൽത്തി ആയിരിക്കാൻ. ഇപ്പോൾ ഈ ചീരച്ചേമ്പ് എല്ലാവർക്കും വീട്ടിൽ നടാവുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ജസ്റ്റ് നമ്മളൊരു 10 ഗ്രോ ബാഗിൽ ഒരു ചീരച്ചേമ്പ് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രോ ബാഗ് ഉണ്ടാക്കുന്നത് നല്ലൊരു ഹെൽത്തി ആക്ടിവിറ്റിയാണ്. ആ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്കൊരു 10-20 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒരു നേരം കഴിക്കാനുള്ള, നമ്മളെ ഫാമിലിക്ക് ഒരു നേരം കഴിക്കാനുള്ള ചീരച്ചേമ്പ് നമുക്ക് കിട്ടും. അത് തന്നെയാണ് അത് നമ്മളെ ആരോഗ്യം, ശാരീരികമായ ആരോഗ്യം നമുക്കത് വർദ്ധിപ്പിക്കും. അതേപോലെ നമ്മൾ വിയർത്തുണ്ടാക്കിയ ആഹാരം വെച്ച് കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സും ഹെൽത്തി ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ഹെൽത്തി ആയിരിക്കാം. കം ലെറ്റ്സ് സ്പ്രെഡ് വെൽനെസ് ടുഗദർ.